ഹായ് ഫ്രണ്ട്സ്, ഇനി പിടിക്കാണ്ടതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളങ്ങനെ നേപ്പാളിൽ പിപ്പാര സിമാര എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. ഇപ്പോൾ കയറി പറയുന്നത് കറക്റ്റാണോന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രിക്ക് ഇവിടെ എത്തി. ഇവിടെ ഞങ്ങൾ റൂം എടുത്തു. അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഒരു പേപ്പർ ഇതെടുക്കാൻ വേണ്ടി RC ബുക്കിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ദൈവമേ കാറ്റ്, വേറെ പേപ്പറും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. പിന്നെ നമുക്ക് ഇവിടുത്തെ RT ഓഫീസിലൊന്ന് പോകണം. അവിടുന്ന് നമുക്ക് യാത്രാ അനുമതി എന്ന് പറയുന്നൊരു പേപ്പർ വേണമെന്ന് നമ്മൾ അന്വേഷിച്ചിട്ട് വേണം പോകാൻ. കാരണം വേണമെന്നിങ്ങനെ പറയുന്നുണ്ട്. ചിലവർ പറയുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയും. പക്ഷേ എന്നാലും നമ്മൾ ഇടയ്ക്ക് വല്ല ചെക്കിങ്ങിന് നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. വേറൊരു രാജ്യമാണ്, ഇന്ത്യയല്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണം. ആൻസി ഇവിടെ എന്താ ആൻസി വണ്ടി കയറ്റി നടക്കുന്നത് ചുമ്മാ? ഉള്ളൊക്കെ എന്താ ഞാൻ കൈ അന്ന് വായിലിടല്ലേ. ആൻസിക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ നമ്മുടെ ചാനലിനെ കുറിച്ച്? പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടെ അമർത്തിയാൽ നമ്മുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ നേപ്പാളിന്റെ കാഴ്ചകളിലേക്ക് കിടക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഈ പേപ്പർ ശരിയാക്കിയിട്ട് വേണം പോകാൻ. നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. നമുക്ക് പോകേണ്ടത് RT ഓഫീസിലേക്കാണ്. RT ഓഫീസിൽ പോയിട്ട് ആ പേപ്പർ നമുക്ക് വേണോ വേണ്ടയോ എന്ന് ആദ്യം നമുക്ക് അറിയണം. വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് എടുത്തിട്ട് വേണം പോകാൻ. കാരണം അത് എടുത്തിട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ പോലീസുകാർ വല്ലതും നമ്മളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പോലീസുകാരെങ്കിലും നമ്മളെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ചിലപ്പം ഫൈനും കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം അതൊന്ന് നോക്കണം. പിന്നെ നമ്മുടെ ഈ യാത്ര സ്പോൺസർ ചെയ്തിട്ടുള്ള സെയ്ദിക്കേനെ ഞങ്ങൾ ഇനി ഒന്നും കൂടി ഓർക്കുകയാണ്. സെയ്ദിക്കേനെ അതേപോലെ തന്നെ നമുക്ക് റൂം എടുക്കാൻ രാജേഷ് ചേട്ടനെ കൂടി ഞങ്ങൾ ഓർക്കുകയാണ് കേട്ടോ. സെയ്ദിക്കേനെ കുറിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ എല്ലാ ട്രിപ്പിലും ഞങ്ങളുടെ ഊട്ടിയിലെ ഒരു ട്രിപ്പിന് അതിന് മുമ്പ് ഞങ്ങളെ കേരള ടു നേപ്പാൾ ട്രിപ്പിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ നേപ്പാൾ കയറിയില്ല. അപ്പൊ ഈ ട്രിപ്പിൽ ഞങ്ങൾ നേപ്പാൾ കയറണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. സാധിച്ചു. ഇനി ഞങ്ങൾക്ക് കാഠ്മണ്ഡുവിൽ പോകണം. കാഠ്മണ്ഡുവിൽ നമ്മുടെ യോധ സിനിമയിലെ ഷൂട്ടിംഗ് ലൊക്കേഷൻ. പിന്നെ ഇവിടുത്തെ പ്രകൃതി ഭംഗിയാണ് നമുക്ക് കൂടുതൽ ആസ്വദം. നമുക്ക് എല്ലാരും പോകുന്ന ടൂറിസ്റ്റ് പ്ലേസിൽ പോകണമെന്ന് ഒരു ആഗ്രഹമില്ല. കിട്ടിയോ? സാധനം കിട്ടി. ഇത് നമ്മുടെ ഇന്നലത്തെ എന്താ പർസയോ ആ സാധനം നമ്മള് പെർമിറ്റ്. ഇത് നേപ്പാൾ മൊത്തം കറങ്ങാനുള്ള പെർമിറ്റ് ആണ്. അതായത് നേപ്പാളിലെ എല്ലാ സ്ഥലങ്ങളും നമുക്ക് കവർ ചെയ്യാം. അനുമതി പത്രം എന്ന് പറയും. നേപ്പാളിൽ എവിടെ വേണം നമുക്ക് പോവാം. പിന്നെ ഇവിടുത്തെ ചേട്ടന്മാര് 500 സാധനം 2500 രൂപയ്ക്കും തരും. അതെ, ഇതിപ്പോ ഞാനിങ്ങനെ വീഡിയോസ് ഒക്കെ കണ്ടുപിടിക്കും. ചേട്ടൻ്റെ എത്ര വാങ്ങി? എന്റെ 2500 മേടിച്ചു. ഇതില് 2.90 എഴുതിയുള്ളൂ. എന്നിട്ട് 2.500 മേടിച്ചു. അല്ല, അപ്പൊ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോ 1000 സംതിങ് ഒക്കെ ആയിട്ടുള്ളൂ. ഇവിടത്തെ പൈസയാണ് ഈ 2500 മേടിച്ചത്. ഇവിടെ അങ്ങനെയാടി. ഒന്നാമതൊരു ഇതാണ്, എവിടെ പോയാലും നമ്മളൊരു പറ്റിക്കല് മനസ്സിൽ കണ്ടോണ്ട് വേണം ഇവിടെ യാത്ര ചെയ്യാൻ. അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചിന്തിക്കണ്ട. ഇവിടെ മാക്സിമം എല്ലാവരും നോക്കുമ്പോ ഈ ട്രെയിൻ മാർഗോ അല്ലെങ്കിൽ വല്ല എന്താ പറയാ പ്ലെയിൻ മാർഗൊക്കെ വന്ന് പോകുന്നതാണ് സേഫ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ പറയാ ട്രാവൽ ഏജൻസിനെയൊക്കെ പിടിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇനിയിപ്പോ നമുക്ക് എന്താ വിഷയം, ഇത് മൊത്തം കറങ്ങാനുള്ള കാശ് നമ്മളെ ഇനി ഇല്ല. കാരണം കൈക്കൂലിയായിട്ട് തന്നെ കുറെ പൈസ ഇവിടെ ഉമ്മാര് പിടുങ്ങുന്നുണ്ട്. അപ്പൊ അത് നേപ്പാളിന് വരുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണേ. നല്ല കെട്ടുകണക്കിന് പൈസ ഉണ്ടെങ്കിൽ അപ്പൊ നമ്മൾ അങ്ങനെ നേപ്പാൾ കയറി. അപ്പൊ ഇനി നേപ്പാൾ കയറാൻ നമുക്ക് എന്തൊക്കെ പേപ്പറുകൾ വേണമെന്നൊന്ന് പറയാവോ? പേപ്പർ അതായത് നമ്മൾ കയറുമ്പോഴേ നമ്മൾ കസ്റ്റംസിൽ പോകണം. കസ്റ്റംസിൽ അവിടെ ഫുൾ ഏജന്റുമാരാണ്, ഫുൾ തട്ടിപ്പ്. അതായത് നമ്മൾ മാക്സിമം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ഉള്ള പൈസ മൊത്തം അവന്മാരെടുക്കും. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. നമുക്കിപ്പോ 450 രൂപ വെച്ചാണ് വണ്ടിക്ക് അയക്കുന്നത്. അത് കൂടാണ്ട് അവന്മാർ കുറച്ച് കൈക്കൂലി മേടിച്ചത് അത് നമ്മുടെ കഴിഞ്ഞ വിട്ട വീഡിയോയിലുണ്ട്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എത്ര ദിവസത്തേക്കാണോ അങ്ങനെയുള്ളൊരു പേപ്പറാണ് ഈ പേപ്പർ ഈ കാണുന്നത്. ഈ സ്ലിപ്പിന്റെ പേര് ബൻസർ എന്നാണ്. ബൻസർ അത് നമുക്ക് നമ്മുടെ കസ്റ്റംസിൽ നിന്ന് നമുക്ക് എത്ര ദിവസത്തേക്കാണോ അതനുസരിച്ച് നമുക്ക് ബെൻസർ കിട്ടും. എന്നിട്ട് നമ്മൾ ഈ ബെൻസർ വെച്ച് എന്ത് ചെയ്യാന്ന് വെച്ചാൽ തൊട്ടടുത്ത് തന്നെ ഒരു 2-3 കിലോമീറ്റർ 4 കിലോമീറ്റർ ഒക്കെ പോന്നു കഴിയുമ്പോൾ അവിടെ RT ഓഫീസർ RT ഓഫീസിൽ ചെന്നിട്ട് യാത്രയാത്ര അനുമതി, അതായത് അനുമതി പത്രം, ഇങ്ങനെ ഒരു സാധനം കിട്ടും. ഇത് നമ്മള് ചെറിയൊരു പൈസ ഇവിടെ അടയ്ക്കണം. എത്ര രൂപ അടയ്ക്കണം? നേപ്പാളി മണി 2090 രൂപ ഇവിടെ അടയ്ക്കണം. പിന്നെ അവർ ചെറിയ പൈസ കൈക്കൂലിയായിട്ട് നമ്മളെടുത്ത് മേടിക്കും. അത് പിന്നെ ഇവിടെ സാഹചര്യം
അല്ല അത് പിന്നെ കുഴപ്പമില്ല. കാരണം എന്താ അറിയോ, ഇതുണ്ടെങ്കിൽ നമുക്ക് നേപ്പാളിൽ എവിടെ വേണേലും നേപ്പാൾ ഫുള്ള് കറങ്ങാനുള്ള ഒരു അനുമതിയാണ്. ഇതില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇടയ്ക്ക് പോലീസ് ചെക്കിങ് ഇവിടെ കണ്ടവാനുണ്ട്. അപ്പൊ ആ പോലീസ് ചെക്കിങ്ങിന്റെ ഇടയ്ക്ക് അവർ പിടിച്ചിട്ട് ഈ പേപ്പറെങ്ങാനും ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ അവർക്ക് വണ്ടി സീസ് ചെയ്യാൻ വരെയുള്ള അവകാശമുണ്ട്. ഒരു മുട്ട എടുത്തോണ്ട് പോകും. അതിൽ നല്ല നമ്മൾ 2000 രൂപ കൊടുത്ത് ഇത് എടുക്കുന്ന ഇതൊക്കെ നേപ്പാളി മണിയാട്ടോ. ഇത് മാത്രം നമ്മൾ ഇന്ത്യൻ മണി. പിന്നെ അതേപോലെ നമുക്ക് നമ്മുടെ ഇൻഷുർ ഉണ്ടല്ലോ, ഇൻഷുർ എടുക്കുന്ന സമയത്ത് നമുക്ക് ജിയോഗ്രഫിക്കൽ ഇതുണ്ട്. അത് നമുക്ക് നേപ്പാളിനെ കൂടി ചേർത്ത് നമുക്ക് എടുക്കാവുന്നത്. നമ്മൾ കേറുന്ന രാജ്യം നമുക്ക് ചേർക്കാൻ പറ്റും. അത് നമുക്ക് ആ ഇൻഷുർ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ അപ്പൊ നമുക്ക് പോവാം. ഓക്കെ, നമ്മളിനി സമാധാനത്തോടുകൂടി നമുക്ക് നേപ്പാളിൽ കൂടി വണ്ടി ഓടിച്ചു പോവാ അല്ലേ? അതെ. അപ്പൊ കേരളത്തിലെ വലിയ മാറ്റം അല്ല, ഇന്ത്യയിൽ നിന്ന് വലിയൊരു മാറ്റം തോന്നുന്നില്ലല്ലോ. ഇല്ല, നമ്മള് അതായത് അതിപ്പോ നമ്മൾ ഈ ബോർഡർ ഏരിയ ഒക്കെ ആയതുകൊണ്ടാണ് കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് മാറ്റങ്ങളൊക്കെ കാണാല്ലേ. അല്ല, നമുക്ക് പൈസയിലൊക്കെ നല്ല മാറ്റങ്ങൾ തോന്നുന്നുണ്ട്. പിന്നെ കള്ളത്തരം കാണിക്കുന്നതിൽ നല്ല മാറ്റം തോന്നുന്നുണ്ട്. പിന്നെ അല്ലാത്തിലൊന്നും കുഴപ്പമില്ല അല്ലേ? പക്ഷെ ബിൽഡിങ്ങുകളൊക്കെ കണ്ടു, സാധാരണ നമ്മൾ അവിടുത്തെ ബിൽഡിങ്ങുകൾ പോലെ തന്നെ. ഞാൻ കുറെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. ഈ മറ്റേ ഈ ബുദ്ധിസ്റ്റുകളുടെ ഒക്കെ കുറെ ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും കാണാനില്ലല്ലോ. അതൊക്കെ വരും. കേറിയതല്ലേ ഉള്ളൂ അല്ലേ? കാഠ്മണ്ഡു വരെ ഇതേപോലത്തെ റൂട്ടായിരിക്കോ? ഒന്നും പറയാൻ പറ്റിയില്ല. കാരണം നമ്മൾ ഈ റൂട്ട് ആദ്യമായിട്ടാണ് നേപ്പാൾ വരുന്നത്. ഇതൊരു ഫോറസ്റ്റ് അല്ലേ? ഫോറസ്റ്റ് ആണ് സംഭവം. നമ്മളിപ്പോ റെക്സൗൾ ബോർഡർ, അതായത് ബീഹാറിലെ റെക്സൗൾ ബോർഡറിൽ നിന്നാണ് നമ്മൾ കയറിയേക്കുന്നത്. നമ്മള് കാഠ്മണ്ഡുവിലേക്കുള്ള റൂട്ടാണിത്. പക്ഷേ റോഡിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. നമുക്കിനി ഒരു ചുരം കയറാനുണ്ട്, വലിയൊരു ചുരം കയറാനുണ്ട്. അപ്പൊ അവിടെയത്തെ കാര്യം നമുക്ക് അറിയത്തില്ല. കാരണം നമ്മളന്ന് UP വഴി കയറിയപ്പോ ഗോരഖ്പൂരിൽ നിന്ന് കയറിയപ്പോഴേ അത്യാവശ്യം വഴി ഇച്ചിരി മോശമായിരുന്നു. അതായത് നമുക്ക് പോയി നോക്കാം. അതല്ലേ, ഇതിപ്പോ ഒരു ഫോറസ്റ്റ് ആണെന്ന് തോന്നുന്നു. എത്ര കിലോമീറ്റർ ഉണ്ട് കാഠ്മണ്ഡു വരെ? നമുക്കിനി ഒരു 110 കിലോമീറ്റർ കൂടി ഉണ്ട്. പക്ഷെ നല്ല ടൈം എടുക്കുമായിരിക്കും അല്ലേ? 4 മണിക്കൂറാണ് കാണിക്കുന്നത്. അപ്പൊ വഴി ചിലപ്പോ എവിടെയെങ്കിലും മോശമുള്ളതുണ്ടാവും. ഈ വഴി തന്നെ ടാറിങ് ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഈ ലോറിക്കാരൊക്കെ പോയി അവരുടെ ടയർ പോകുന്ന ആ വഴി മൊത്തം പതിഞ്ഞു പോയി. ബാക്കിയുള്ള സ്ഥലം പൊന്തിയിരിക്കുന്നു. അതിൽ കൂടെ തന്നെ പോണം, അല്ലെങ്കിൽ പണി കിട്ടും അല്ലേ? പണി കിട്ടും. അതെന്താ പറയാ, നമുക്ക് പെട്ടെന്ന് അങ്ങനെ കട്ടിങ്ങിലേക്ക് കയറുമ്പോഴേ ബാലൻസ് കിട്ടും വണ്ടിയില്ല. നല്ല അടിപൊളി മലകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ടല്ലോ. അത് പാറയാണോ? പാറ തന്നെ, അല്ലെങ്കിൽ അത് ഇടിഞ്ഞു വീഴും. അത് ശരിയാണല്ലോ. നല്ല വഴിയാ അല്ലേ? ഭംഗിയുള്ള വഴികള്. അല്ല, ഈ വഴിയൊന്നും കുഴപ്പമില്ല. ഈ വഴി കുഴപ്പമില്ല. പാറകളാ നല്ല ചെത്തി എടുത്തു വെച്ചിട്ടുണ്ട്. കോറി ഉണ്ടായിരുന്ന സമയത്തൊക്കെ പൊട്ടിച്ചൊക്കെ ആയിരിക്കും. ഇവിടെ ഒന്നും കോറി ഇല്ലായിരുന്നോ? ഇവിടെ കോറി ഉണ്ടായിരുന്നോ എന്നുള്ളത് എനിക്കറിയില്ലല്ലോ. നമുക്ക് എന്തായാലും വലിയ ചുരം കയറാനുണ്ട്. സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല, അതായിട്ട് ആവുന്നേ ഉള്ളൂ. അപ്പൊ നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. കുഞ്ഞാറ്റി ഇപ്പോഴാണ് കേൾക്കുന്നത്. ഇത് സ്റ്റെപ്പിന് പകരം ഇങ്ങനെ ഒരു ഐഡിയ ഉള്ളല്ലോ, കമ്പികൾ വെച്ചേക്കോട്ടോ അതിൽ. അൻസിയെ, ഇതിൻ്റെ ബാക്കോട്ടൊന്ന് നോക്കിയേ. ഞാനതാ ഇവിടെ നിർത്താനുണ്ടായ മെയിൻ കാരണം. ഫുഡ് കഴിക്കലല്ല മെയിൻ, ഇവിടെ ഇരുന്ന് കഴിക്കാട്ടോ നമുക്ക്. അമ്പാ, ഇത് പൊളിച്ച്. ഓ ഇടി താഴെ പോവല്ലേ. അവിടെ വെള്ളം ഒഴുകുന്നുണ്ടോ? കുറഞ്ഞ വെള്ളം, പക്ഷെ നല്ല ക്ലിയർ, അതായത് ക്ലിയർ ക്രിസ്റ്റൽ വാട്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അമ്മാതിരി ക്ലീൻ വാട്ടർ കേട്ടോ. ഇത് കണ്ടോ, അത് പൊളിച്ച് അല്ലേ? ഇത് പാറ തന്നെയാണോ? ഇത് മണ്ണാണോ ഇനി? പാറയല്ലെന്ന് തോന്നുന്നു അല്ലേ? പാറയാണോ? അതെങ്ങനെ മനസ്സിലായി? പക്ഷെ അതിൽ പുല്ലൊക്കെ കിളുത്തിട്ടുണ്ടല്ലോ. പാറയാണോ മണ്ണാണോ? അത് നോക്കണ്ട, അത് ഒഴുകി വരുന്നതൊക്കെയാ. കുഞ്ഞാറ്റെ, നേപ്പാൾ ഇഷ്ടപ്പെട്ടോ? കല്ലാണോ അത്? ആ, കൊച്ചിനറിയാന്ന്. നേപ്പാൾ ഇഷ്ടപ്പെട്ടോ? ആണോ? നേപ്പാൾ ഇഷ്ടപ്പെട്ടോ? കൊച്ചിനെ ഇങ്ങ് നോക്കിക്കേ. നേപ്പാൾ ഇഷ്ടപ്പെട്ടോ? കൊച്ചു പറയുന്നത് ഇത് നേപ്പാൾ അല്ലാതാട്ടോ. നമ്മുടെ വീഡിയോ, നമ്മുടെ കശ്മീർ വീഡിയോ ആണ് കണ്ടിട്ടുള്ളത്. അപ്പൊ ഇത് നേപ്പാൾ മഞ്ഞ് കാണണം, അതാണ് നേപ്പാള്. അങ്ങനെ നമ്മുടെ ചോറ് വന്നു കേട്ടോ. ഇത് നമ്മൾ അവിടുന്ന് കഴിച്ച കൂട്ട് റൈസ് തന്നെ അല്ലേ? തോരനുണ്ട്. വീഴുമുഞ്ഞ ഇത്, അത് പരിപ്പ് കറിയാണോ അനുസി? പരിപ്പ് തന്നെയല്ലേ? ഇത് നമ്മുടെ പയറൊക്കെ ഇട്ടൊരു തോരൻ. കുറച്ച് ചോറ് നീ ഒന്ന് കഴിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന്. കിഴങ്ങാന്ന്. കുഞ്ഞാറ്റ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്?
ടേസ്റ്റ് ഉണ്ടോ? ഇച്ചിരി ഉപ്പ് മുന്നോട്ട് വന്നുള്ളൂ. ആ നോക്കണ്ട ഓരോ എനിക്കത് നല്ലതാ. ആൻസിക്ക് ഒന്നാമത് ബി പി ഇച്ചിരി കുറവുള്ള ആളാണ്. ഇതെന്താ സാധനം ഈ ചമ്മന്തി? ഇതാ നല്ല മുളകിന്റെ ചമ്മന്തി. ഒന്ന് തൊട്ട് നക്ക്, എരിവ് വേണമെങ്കിൽ അറിയാലോ നമുക്ക്. ചെറിയ എരിവ് ആണോ? അത് ചീര എന്തോ ഇലയാ അല്ലേ? ആ അങ്ങനെ സാധനം അടിപൊളി. അതെന്താ കുഞ്ഞാറ്റെ കാണിക്കണേ? കഴിക്കടി. ഇത് ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നൊരു സംഭവം. ഇതാട്ടോ അവരുടെ അടുപ്പ്. പിന്നെ ഇത് മീന്, ഇതും ഗ്രില്ല് ചെയ്ത് നമുക്ക് തരുന്നെന്ന് തോന്നുന്നു കേട്ടോ. ഇതെന്തായിട്ട് പറഞ്ഞേ? റൊട്ടി പോലത്തെ സാധനം. ആ റൊട്ടി പോലത്തെ വേറൊരു ഐറ്റം ആട്ടോ. ഇതും ഇതേപോലെ ഈ കനലിൽ ചുട്ടിട്ട് നമുക്ക് തരുവേ. പുള്ളിക്കാരി പൈസ മേടിക്കാൻ വേണ്ടി പോയതാട്ടോ. അപ്പോൾ നമ്മുടെ പൈസയ്ക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. പിന്നെ വേറൊരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഇങ്ങനെ കയറി ചെല്ലുന്ന എൻട്രൻസ് ഇതാണ് കേട്ടോ. ഇവിടെ കാണാൻ പറ്റുന്നത് ഫുള്ള് കുപ്പികളാണ്. ഇത് കണ്ടോ, ഇതൊക്കെ ഉള്ളിലിരിക്കുന്നത് കണ്ടോ? ഇതേപോലത്തെ കടകളാണ് ഇവിടെ എല്ലാ സ്ഥലത്തും. ഇതെന്താണെന്നറിയാവോ? ചോളം. അപ്പൊ കൊച്ചിനെ അറിയാലോ. ഇത് ചോളത്തിന്റെ ഒരു വലിയ തോട്ടാണ് കേട്ടോ. ബേക്കിലേക്ക് ഇതേപോലെ തന്നെ അത്യാവശ്യമുണ്ട്. ഇവിടെ ചോളം നന്നായിട്ടുണ്ട് എന്ന് തോന്നുന്നു അല്ലേ? സൈഡിലേക്കൊക്കെ ചോളം കാണുന്നുണ്ട് കേട്ടോ. ചോളോ ഉണ്ട്. ഇത് വലിയ ചോളത്തിന്റെ തോട്ടാണല്ലോ. ഞാൻ വിചാരിച്ചു അവിടെ ചെറുത് കണ്ടപ്പോ അതായിരിക്കും ഏറ്റവും വലുത്. ഇതൊരു ഏരിയ നിറച്ച് ചോളത്തിന്റെ തോട്ടം കേട്ടോ. ചോളം ആയിട്ടില്ല കുഞ്ഞാ. ഞങ്ങൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു കാഴ്ച കണ്ട് നിർത്തി കേട്ടോ. ഒരു വീടിന്റെ മേളിൽ നോക്കി ഈ തൂങ്ങിക്കിടക്കുന്ന എന്താണെന്നറിയോ? ഫുള്ള് ചോളാണ്. ഉണങ്ങാൻ വേണ്ടി തൂക്കിയേക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ ഈ പുളിയൊക്കെ തൂക്കുന്ന പോലെ ഫുള്ള് തൂക്കിയിട്ടേക്കാം കേട്ടോ. ഇതുണ്ടോ? ഇതൊരു വീടാണ് ഇവിടുത്തെ. ഇതൊക്കെ ഇവിടുത്തെ വീടുകളാണ് കേട്ടോ. കുറേ വീടുകളാണ് അടുത്തടുത്തായിട്ട് കാണുന്നത്. ചോളം പക്ഷെ എന്തിനായിരിക്കും അങ്ങനെ ഇട്ടിട്ടുണ്ടാവുക അല്ലേ? ഉണക്കാനിട്ടതായിരിക്കും. കണ്ടോ മത്തങ്ങ കണ്ടോ? ചോളം കണ്ടോ കുഞ്ഞാറ്റെ? ഇവിടെ ചോളം വേണമെന്ന് പറഞ്ഞ് എന്നോട് കച്ചറ് കൂടിക്കോളി. എനിക്ക് ഇപ്പൊ ചോളം വേണമെന്നാണ്. അത് കൊള്ളത്തില്ല കുഞ്ഞ. അത് ഉണക്കാനിട്ടേക്കുന്നെന്തോ കേട്ടോ. ഞങ്ങൾ അങ്ങനെ പോകുന്ന വഴിക്ക് വണ്ടി ഇവിടെ സൈഡാക്കിട്ടോ. ഞങ്ങൾ അടിപൊളി ഒരു കാഴ്ച കണ്ട് നിർത്തിയതാണ്. സംഭവം കാണിക്കാതെ പോയാൽ വൻ നഷ്ടം പറ്റും നമുക്ക്. മുകളിലേക്ക് അത്യാവശ്യം നല്ല കയറ്റം കേട്ടോ കാഠ്മണ്ഡുവിലേക്ക്. ഇത് കണ്ടോ? ഫുള്ള് കൃഷിപ്പാടങ്ങളാണ് താഴെ കാണുന്നത്. അതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ കുറച്ച് വീടും കാര്യങ്ങളൊക്കെ കാണാം. പൊളി ലുക്കൊരു രക്ഷയില്ല കേട്ടോ. എൻ്റെ മുഖം ഫുള്ള് നല്ല അടിപൊളി വ്യൂ അല്ലേ നോക്കി. അടിപൊളി. എന്തായാലും നമുക്ക് അധികം സമയം കളയാനില്ല കേട്ടോ. കാരണം അധികം സമയം പോയാൽ ഇത് കണ്ടോ, ഇത് നേപ്പാളിലെ ഒരു ഓട്ടോറിക്ഷയാണ് വരുന്നത്. കളർ കണ്ടോ? അത് നമ്മുടെ ബജാജാന്ന് തോന്നുന്നേ. ഓ വെള്ളിക്കുള്ള കയറ്റൊക്കെ ഉണ്ടോ. എന്തായാലും നമുക്ക് വേഗം വിടാവേ. അടിപൊളി വ്യൂ ആട്ടോ. നമ്മുടെ ചുരം പോലെ ഉണ്ട്. അവിടെയൊക്കെ ഫുള്ള് മഞ്ഞുണ്ട്. ഒരു സ്ഥലത്ത് മണ്ണിടിച്ചില് കാരണം മണ്ണിടിഞ്ഞിങ്ങനെ വന്ന ഒരു ഭാഗങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അടിപൊളി സ്ഥലം. അത്യാവശ്യം നല്ല ചാറ്റൽ മഴയും തുടങ്ങി കേട്ടോ. വലിയ ചുരമാണ് നമ്മളിപ്പോ കേറിക്കൊണ്ടിരിക്കുന്നത്. ഫുള്ള് അതാ കുത്തനെയുള്ള വളവുകളുമാണ്. നമ്മുടെ വയനാടൻ ചുരത്തിൽ കൂടി പോണ ഫീൽ എന്നാണോ? എനിക്ക് തോന്നി. നീ പറഞ്ഞെന്താ? കോഴിക്കോട് നിന്ന് വയനാടിന് പോകുന്ന പോലെ. എപ്പോ പറഞ്ഞു? ഇല്ലേ? ഇല്ല. കോഴിക്കോട് നിന്ന് വയനാടിന് പോകുന്ന പോലത്തെ ഒരു ഫീലാണ് കേട്ടോ. എന്തായാലും അടിപൊളിയാണ്. ഇവിടെ ഫുള്ള് കോട കയറി കിടക്കുക കേട്ടോ. ഇവിടുത്തെ വീടിന്റെ ഒക്കെ ഒരു ജീവിത സ്റ്റൈൽ ഉണ്ടല്ലോ, അടിപൊളിയായിരിക്കും. നല്ല മഞ്ഞും ചെറിയ ചാറ്റൽ മഴയും ഒക്കെ ആയിട്ട്. ഇപ്പോഴും ഇല്ല അല്ലേ? നമ്മൾ വന്നതിന്റെ ആയിരിക്കും അല്ലേ? മഴ പെയ്യുമല്ലോ. ഇതേ ഇവിടെ ചെറിയ ചെറിയ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പഴമല്ലേ? പക്ഷെ നമ്മുടെ സൈസ് അല്ല. വേറൊരു ഇതുണ്ട്. ഇവിടെയൊക്കെ ചോളത്തിന്റെ കൃഷി ഉണ്ട്. ഇതൊരു കാട് പോലെ ഉണ്ട്. പക്ഷെ അതിനകത്ത് കൃഷി ചെയ്തിരിക്കുന്നുണ്ടോ? ഗ്രാമങ്ങൾ കാണും. അതാ ഗ്രാമത്തിലെ എല്ലാവരും മെയിൻ പരിപാടി എന്ന് പറയുന്നത് കൃഷിയായിരിക്കും. കൃഷി. ഇവിടെ മെയിൻ കൃഷി ചോളാന്ന് തോന്നുന്നു. കുറേ ചോളം കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇവിടെ ഗ്രാമം ഉണ്ടെന്ന്. ഇവിടെ മഴ നനഞ്ഞ് ഓടുക പിള്ളേരെ കൊണ്ട്. അങ്കൻവാടി പോയതാന്ന് തോന്നുന്നു പിള്ളേര്. ആ മേളിലേക്കൊക്കെ നോക്ക്, മൂടി. അവിടെ ഒന്നും കാണുന്നില്ല. മഴയത്ത് ഡേഞ്ചർ ആൻസി. മണ്ണിടിച്ചില് കാര്യങ്ങളൊക്കെ അതൊക്കെ സൂക്ഷിക്കണം. ഇതൊക്കെ ഇവിടെ ഇടിഞ്ഞു കിടക്കുന്നതാണോ? അതെ. ഇപ്പൊ ഒന്നും ഇടിഞ്ഞല്ലോ അല്ലേ? കേറ്റം ചില്ലറ അല്ല കേട്ടോ.
അമ്പൻ ഇറക്കാല്ലേ. അവരൊക്കെ എങ്ങനെ കേറി വരും? തിരിച്ചു വരുമ്പോ നമ്മളെ നമുക്ക് UP-യിലേക്ക് ഇറങ്ങാം, ഗോരഖ്പൂർ വഴി. ചേച്ചിയൊക്കെ ഇറങ്ങി നടന്നാ പോകുന്നേ. ഇത് വലിയ കുഴിയാന്ന് തോന്നിട്ടോ, നോക്കി ഇറക്കണേ. അമ്മേ തിന്നുന്നുണ്ടോ? തിന്നാതിരിക്കില്ല. ഇവിടുന്ന് അങ്ങോട്ട് വഴിയില്ല. കുറച്ച് പോയ വഴിയുണ്ട്, ഉണ്ടോ? വണ്ടികൾ പോയ ഒരു പാടുണ്ട്, സൂക്ഷിക്കണം കേട്ടോ. ഇവിടുന്നൊക്കെ വഴി ഭയങ്കര അവസ്ഥയാണല്ലോ. സൂക്ഷിച്ച് ഇറങ്ങണേ. ഓ ഭാഗ്യം, അവിടെ ഒരു കല്ലുണ്ടായിരുന്നേ, അതില് കഴിച്ചില്ലായത്, അല്ലെങ്കിൽ ഫുള്ള് വരഞ്ഞ. എന്റെ അമ്മ ഇവിടെയൊക്കെ കുത്തനെ ഒഴുകി പറഞ്ഞ് കിടക്കുവാട്ടോ. അതൊക്കെ എന്താ അടി ഇടിക്കുന്നതാണ്. ആണോ? വല്ലാണ്ട് അടി ഇടിച്ച പണിയും കിട്ടുന്നുണ്ട്. സൂക്ഷിച്ചേ. അങ്ങനെ നമ്മള് നല്ല വഴി കേറിട്ടോ. ചേട്ടൻ ഒന്നും നെഞ്ചിടിച്ചില്ലേ? ഇടിച്ചിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് നന്നായിട്ട് ഇടിച്ചു കേട്ടോ. കാരണം അങ്ങനെയാണ് ഈ വഴി കിടക്കുന്നത്, വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. പക്ഷെ അപ്പൊ അങ്ങോട്ടൊക്കെ പോകുമ്പോ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. പറ്റില്ല അല്ലേ? ആ കയറ്റൊന്നും കേറില്ല എന്തായാലും. ബൈക്കുകാരന്നെ മുക്കി മൂളിയൊക്കെയാണ് കേറുന്നത്. അത് കയറ്റം കേറായിരുന്നു. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് ഇതാണ് നമ്മുടെ ചെളി കിടക്കുന്നോണ്ട് നമുക്ക് പാടാം. കാശ്മീർ വഴിയൊക്കെ ഇതിനൊക്കെയാണല്ലോ എത്രയോ ഭേദമായിരുന്നു അല്ലേ? ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി കണ്ടോ? വഴി ഇല്ല കേട്ടോ ഇവിടെ ശരിക്കും. പക്ഷെ ഇവിടുത്തെ ഗവൺമെന്റിനെയും കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവിടെ ഫുൾ ടൈം മണ്ണിടിച്ചില്, അതേപോലെ തന്നെ ഭൂമി കുലുക്കം കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്ന സ്ഥലങ്ങളാണ്. അത് കാരണം റോഡ് എന്ന് പറയുന്നത് ഇല്ല കേട്ടോ ശരിക്കും. എപ്പോഴെപ്പോഴും ഇടിഞ്ഞു വീഴുന്നത് മാറ്റാനായിട്ട് JCBയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ആൾക്കാരെ സമ്മതിക്കണല്ലേ. അത്യാവശ്യം നല്ല പേടിയാവുന്നുണ്ട് അല്ലേ പോകുമ്പോ. കാശ്മീർ പോയപ്പോ ഉള്ള പോലെ അല്ല. അല്ല കാശ്മീർ പോയപ്പോ തന്നെ ഏകദേശം അതുപോലെയൊക്കെ പറയാം. ഒരു സൈഡ് ഫുള്ള് കൊക്കയാണ്, ഈ സൈഡ് ഫുള്ള് ഇത് കണ്ടില്ലേ, താഴേക്ക് കൊക്കയാണ് കേട്ടോ, മണ്ണ് കൊക്കയാണ്. ഇതുണ്ടോ മണ്ണിടിഞ്ഞിട്ട് വഴീന്റെ പകുതിയോളം മണ്ണ് കിടക്കുകയാണ് കേട്ടോ. ഇത് മണ്ണല്ല അല്ലേ, ഇതൊരു തരം പൊടിക്കല്ല് പോലത്തെ ഒരു പാളികളാണ്. അതുകൊണ്ടാണ് ഇങ്ങ് പോരുന്നത്. പക്ഷെ റോഡിന്റെ സൈഡ് ഇവിടുന്ന് താഴേക്ക് ഒരു വലിയ കാട്ടം കൊക്കയാണ്. ഇതൊക്കെ ശരിക്കും ഒരു വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാട്ടോ. ഇത് കണ്ടോ, ഈ മേളിന്ന് ഇങ്ങോട്ട് പാളി ഇങ്ങോട്ട് പൊളിഞ്ഞ് ഇങ്ങോട്ട് പോന്നേക്ക് കേട്ടോ. ഈ കല്ല് കാണുമ്പോ തന്നെ മനസ്സിലാവും ഒരുതരം പാളി കല്ലാണത്. ചുമ്മാ പൊളിഞ്ഞു വരുന്ന സൈസ് ലോറികളൊക്കെ വരുന്ന വഴിയാലേ. ലോറിക്കൊക്കെ ഇതൊക്കെ എന്ത് കുഴിയൊക്കെ എന്ത് അല്ലേ. നമ്മൾ കുഞ്ഞു വണ്ടി ആകുമ്പോഴേ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് വണ്ടിക്ക് കാണും. പക്ഷെ ലോറി എന്ന് പറഞ്ഞപ്പോൾ ഗ്രൗണ്ട് ക്ലിയർനെസ് ഒക്കെ നല്ല ഹൈറ്റിലല്ലേ വണ്ടി ഇരിക്കുന്നത്. അതാ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ദൂരം വരെ ഇങ്ങനെ തന്നെയല്ലേ. ഇങ്ങനെ ഇടിഞ്ഞു വീഴുന്ന സ്ഥലങ്ങളാണെന്ന് തോന്നുന്നത്. ഇതുണ്ടോ ഇവിടെയൊക്കെ ഫുള്ള് മണ്ണിടിഞ്ഞ് കിടക്കുന്ന ഒരു തരം സ്ഥലമാണ്. ഞാനോ കയറി വരുന്നതുണ്ടോ. ഇവിടത്തേക്ക് വഴി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വഴികളാണ്. നമുക്ക് പേടിക്കാത്തവനും പേടിച്ച് പോകുന്ന സൈസിലുള്ള വഴിയാട്ടോ. കണ്ടോ ഞാനും പോകുന്ന ഫുള്ള് വഴിയും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇത് കണ്ടോ ഇവിടുന്ന് ഇങ്ങോട്ട് വലിയ കൊക്കയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇവിടെയൊക്കെ ഫുള്ളിങ്ങനെ ഇതുണ്ട്, ഈ ഒരു ഭാഗം ഇങ്ങനെ ഇടിഞ്ഞിങ്ങോട്ട് വന്നേക്കുന്ന വഴികളാട്ടോ. ഇതുണ്ടോ ഫുൾ വന്നൊരു കൊക്ക പോലത്തെ സ്ഥലമാണ്. ഇതുണ്ടോ ഈ ഭാഗത്തു നിന്നാണ് ഇടിഞ്ഞിങ്ങോട്ട് വന്നേക്കുന്നത് കേട്ടോ. ഇതൊരു വലിയൊരു പാറ, ഇവിടെ നിന്നാണ് ഇങ്ങനെ ഇടിഞ്ഞു വന്നേക്കുന്നത്. വെള്ളം ഒഴുകുന്നുണ്ടോ, എന്നെ ക്ലിയർ വെള്ളം വന്നുണ്ടോ. ഇത് കണ്ടോ റോഡിൻ്റെ നടുക്ക് കൂടി ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ്. അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. അത് ഇറങ്ങി കയറി വരുന്നുണ്ടോ. ഞാനോ വഴി മുഴുവൻ ഇപ്പോൾ വെള്ളച്ചാട്ടമാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അത്യാവശ്യം നല്ല വെള്ളച്ചാട്ടം കേട്ടോ. അത് മേളിൽ നിന്ന് ഇങ്ങനെ കുത്തിനെ ഒഴുകി പോകുന്നു കേട്ടോ. പിന്നെ ഓരോ അമ്മമാരൊക്കെ കാലൊക്കെ കഴുകി പോകുന്നുണ്ടോ. ഇവിടുന്ന് ഒരു കൊക്കയാണേ താഴേക്ക്. ഇത് വഴിയൊന്നും അല്ലല്ലേ, ചാറ് പോലെ ഉണ്ട്. അത് കുഴപ്പമില്ല, ചാറാ പറയുന്നത്. ഇതൊക്കെ വളവ്. ഇത് ഞാനിങ്ങനെ എപ്പോഴും റോഡ് കാണിക്കാൻ പറയുന്നതിന്റെ ഒരു കാരണം എന്താണെന്നറിയാം. ഇതേപോലെ
ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ. കാരണം വഴി അങ്ങനത്തെയാന്ന് അറിഞ്ഞിരിക്കണം, അതിന് വേണ്ടിയാട്ടോ. അല്ലാണ്ട് റോഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ എന്ന് പറയല്ലേ, കാരണം അങ്ങനത്തെ ഒരു വഴിയാണ് ഇവിടെ. ഇതിന് വഴിയില്ല. പക്ഷെ ഇവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യവും ഇല്ല. കാരണം ഇവിടെ മൊത്തം 24 മണിക്കൂർ ഇടിഞ്ഞോണ്ടിരിക്കുമ്പോ 24 മണിക്കൂർ റോഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് എവിടേക്കോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അത്രയും ചെയ്യാൻ പറ്റുള്ളൂ. മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ട് പണിയൊന്നും എടുത്തിട്ട് കാര്യം തന്നെ ഇല്ല. ഇത് കണ്ടോ, ആ മലയുടെ പൊക്കത്ത് ഓരോ ഗ്രാമങ്ങൾ കണ്ടോ, അവിടെ കൃഷിയും കാര്യങ്ങളും എല്ലാം ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ടോ. ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ അടിപൊളി. റോഡ് നമുക്ക് പിന്നെ നോക്കുകയേ വേണ്ട, പക്ഷേ വഴിയും ഇവിടുത്തെ ഗ്രാമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ വൈബ് സൂപ്പറാണ്. ഇവരിവിടെ ജീവിക്കുന്നതിന് ഒരുപാട് ടെൻഷനൊക്കെ കാണുമായിരിക്കില്ലേ ചിലപ്പോൾ ഇവർക്കൊക്കെ. വെള്ളച്ചാട്ടം ഇത്രയും വെള്ളമാട്ടോ അവിടെ നിന്ന് ഒഴുകി വന്നോണ്ടിരുന്നേ. ഇതിനി എങ്ങോട്ടായിരിക്കും വെള്ളം ഒഴുകി പോകുന്നുണ്ടാവുക? താഴേക്ക് ഒഴുകി പോയിരിക്കും അല്ലേ. നമ്മളതാ അങ്ങ് കാണുന്ന വഴി കൂടി ഒക്കെ പോകണം നമ്മള്. ഒരു ഗ്രാമത്തിലേക്ക് പോകുന്ന വഴി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നോക്കിയേ, തൂക്കുപാലമാണ് സംഭവം. അത് പൊളിച്ചു കേട്ടോ. ഓ, ഇത് പൊളിച്ചു, ഒരു രക്ഷയില്ല. ഇതിൽ കൂടി കയറി അപ്പുറത്തേക്ക് പോകാമായിരിക്കുമോ? ചേച്ചിമാർ രണ്ടുപേരും അവിടെ ഇരിപ്പുണ്ട്, ഓടിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇത് അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. താഴെ അത്യാവശ്യം നല്ല വെള്ളം ഒഴുകുന്നുണ്ട്. ഇത് നോക്കി, താഴെ ഒരു വെള്ളം ഒഴുകുന്നുണ്ടോ. മുകളിലൊക്കെ നമ്മൾ മലേൻ്റെ മുകളിലേക്ക് കൂടുതൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിങ്ങനെ പോയേക്കുന്നതാണ് വഴി. ഓ, ഇവിടുത്തെ ജനങ്ങളെയൊക്കെ സമ്മതിക്കണം അല്ലേ. കണ്ടോ, അങ്ങോട്ടൊക്കെ പോകാനുള്ള വഴിയും കാര്യങ്ങളുമാണ് ഈ കാണുന്നത്. മുകളിലേക്കൊക്കെ കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ. വാവ്, ഒരു രക്ഷയില്ല, പൊളി വൈബ്. ഞാനിങ്ങനെ നടക്കുമ്പോൾ ഇത് കിടന്ന് ഭയങ്കരമായിട്ട് ഇളകുന്നുണ്ട്. അപ്പോൾ ചേച്ചിമാരിങ്ങനെ നോക്കുവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോകാട്ടോ. കാരണം കാഠ്മണ്ഡു എത്തുമ്പോഴത്തേക്ക് ഇപ്പം തന്നെ 5 മണി കഴിയുമെന്നാണ് പറയുന്നത്. ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാട്ടോ. നമ്മൾ ആ പേപ്പർ എടുക്കാൻ മാത്രമേ നമുക്കൊരു ഇച്ചിരി ടൈം പോയുള്ളൂ. നമ്മളിനി ആ പാലത്തിൻ്റെ അതിൽ കൂടി തന്നെയാണ് കേട്ടോ പോകേണ്ടത്. അതിൻ്റെ അടിക്കുള്ളിൽ കൂടി കയറി അങ്ങനെ കയറ്റം കയറിയാണ് വേണം നമുക്ക് പോകാനായിട്ട്. ഒരു രക്ഷയില്ല ആൻസി. ഓ, ഫോട്ടോ എല്ലാം എടുക്കണോ? അങ്ങോട്ട് നോക്കി എന്നാ രസമാണത്. പേടിയല്ല, ചെറുതായിട്ട് കിടന്ന് ആടും. മറ്റേ സൈസ് തൂക്കുവാലല്ലേ. വേണ്ട, പേടി കുഞ്ഞാറ്റേൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. അതാണ് ഞങ്ങൾ പിന്നെ ആൻസിനെ കൊണ്ടാകത്തെ. ഇതൊക്കെ അധികം ആയിട്ടില്ല ഇങ്ങനത്തെ സ്ഥലങ്ങൾ. നമ്മൾ ശരിക്കും പല വീഡിയോസിലും കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് നേരിട്ട് കാണുന്നത് നല്ലൊരു അനുഭവം അല്ലേ. ഇതൊക്കെ ഒരു അനുഭവം തന്നെയാ. താഴേക്ക് നോക്കി എന്റെ പൊന്നെ പേടിയാവും. നോക്കണ്ട, നേരെ തന്നെ വണ്ടി ഓടിച്ചു നോക്കി. ഈ പാളികളായതുകൊണ്ട് പൊളിക്കുന്നതാണോ? പൊളിക്കുന്നതായിരിക്കില്ല, പക്ഷെ എനിക്ക് പൊളിക്കുന്ന പോലെ ഫീൽ. ഇവിടെയൊക്കെ അല്ലേ ചിലതൊക്കെ പൊളിക്കുന്നു, ചിലത് അങ്ങനെ. ചിലപ്പോ എനിക്കൊന്നും പൊളിച്ചിട്ടേ താഴേക്ക് വലിയ കുത്തനെയുള്ള കുഴിയല്ലേ, റോഡ് ഒത്തിരി ഒന്നും ഇതാക്കുമായിരിക്കും. ഇവിടെയൊക്കെ എന്താണ്, വലിയ കുഴിയാണ്. വേറെന്താണ് വണ്ടി ശരിയാണോ? അടി തട്ടോന്നൊരു പേടി ഉണ്ടായിരുന്നു, തട്ടിയില്ല. കാരണം അങ്ങനെ ഒരു ഇതാണ് എനിക്ക് തോന്നുന്നു. അങ്ങനെയാന്ന് തോന്നുന്നുണ്ടേ. ഇതൊരു ഇതെടുക്കുന്നതാ വഴി റെഡിയാക്കാനേ. അവിടെ ഒരു ഓമിനി കുടുങ്ങിട്ടോ, ഓമിനി. അപ്പോൾ ഇവിടെ ഈ വണ്ടി 2 വണ്ടിക്കാരും അവിടേക്ക് പോയിട്ട് ആ ഓമിനിക്കാരും ഒന്ന് ഹെൽപ്പ് ചെയ്യുവാണ്. ചേട്ടായും പോയിട്ടുണ്ട്. അവരവിടെ മൊത്തത്തിൽ കുടുങ്ങിട്ടോ. അപ്പോൾ ഓമിനി കുടുങ്ങിയ നമ്മുടെ അവസ്ഥ എന്താവെന്ന് പറയാൻ പറ്റില്ല. അലമ്പ് വഴിയാണ് കേട്ടോ. ഇവിടെ എന്താവും സീനാവോന്ന് നല്ല ഡൗട്ടുണ്ട്. ബൈക്കുകാരൊക്കെ കൂടി ഹെൽപ്പ് ചെയ്യാണ് അവരെ. എല്ലാ വണ്ടിക്കാരും ഇറങ്ങുക കേട്ടോ, പക്ഷെ കയറുന്നില്ല. സൈഡ് അതാ ചേട്ടനോട് ഹെൽപ്പ് ചോദിക്കുന്നുണ്ട് കേട്ടോ പുള്ളി, തള്ളാൻ സഹായിക്കുമോന്നാണേ. ഇവരെല്ലാവരും കൂടി തള്ളുക കേട്ടോ. ചേട്ടൻ എല്ലാവരും കൂടിയാണേ തള്ളുന്നത്. പക്ഷെ കയറി കേട്ടോ, ഭാഗ്യം. അമ്മേ, ഇനി നമ്മുടെ വണ്ടി ഉണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി ആര് തള്ളാൻ സഹായിക്കുമോ എന്തോ. എന്റെ പൊന്നെ, ഞങ്ങളതിലെ കയറി പോകുന്നത് കേട്ടോ. ഞാനത് കൊച്ചിനെ എടുത്ത് കയ്യെ പിടിച്ചോളാം പറഞ്ഞു. കാരണം കൊച്ചു തെറിക്കൂന്ന് എനിക്കറിയാം. ആൻസി കൊച്ചിനെ എടുത്ത് കയ്യെ പിടിച്ചു. അപ്പോൾ താഴെ ഒരു വണ്ടിക്കാരൻ വന്നു കേട്ടോ. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിങ്ങളിപ്പോൾ വണ്ടി എടുത്തോ, ഈ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോയാൽ മതി. ആ ഓമിന് കുടുങ്ങിയ സ്ഥലമില്ലേ, അതിലേ ചേർന്ന് പോയാൽ മതി. എന്തെങ്കിലും പറ്റിയാൽ ഞാൻ വന്നോളൂ, ഒന്നും പേടിക്കണ്ട. വണ്ടിയിൽ വലിക്കാനുള്ള സാധനങ്ങൾ ടൂൾസ് എല്ലാം ഉണ്ട്, ഒന്നും പേടിക്കുക, ധൈര്യമായിട്ട് വിട്ടോളാം പറഞ്ഞ്. അടിയൊക്കെ എവിടെയെങ്കിലും ഇടിച്ചിട്ടുണ്ടോ കാര്യങ്ങളൊന്നും അറിയില്ല. അതൊന്ന് നോക്കട്ടെ കേട്ടോ.
എൻ്റെ അമ്മേ വല്ലാത്തൊരു കംപ്ലീറ്റ് ചെളിയും കാര്യങ്ങളും ഉള്ളൂ, ഇടിച്ചിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നേ. ഓ അടിവച്ചത്തിൻ്റെ കോലം നോക്കി. എൻ്റെ അമ്മേ ഭാഗ്യം കേട്ടോ. അടി ഇടിക്കുന്നതൊക്കെ ഒച്ചയൊക്കെ കേട്ടായിരുന്നു. സംഗതി ചെളിയിലിങ്ങനെ ഒരയുന്നതാണ് അടിവശം. ഭാഗ്യത്തിന് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ദൈവാനുഗ്രഹം. ദൈവമേ, ഞങ്ങൾ ശരിക്കും പറഞ്ഞുണ്ടല്ലോ, നമ്മൾ കാശ്മീർ പോകുന്നൊരു ഇത് വെച്ചിട്ട് നേപ്പാൾ കയറൂലെന്ന് ഉറപ്പാണ്. അമ്മ ഇത് വല്ലാത്തൊരു അനുഭവം അല്ലേ. ആൻസി ഞാൻ നോക്കാം കൊച്ചിനെ അള്ളി പിടിച്ചിട്ട് അയ്യോ 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 വീഡിയോ എടുക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. അതുകൊണ്ടാട്ടെ കാണിക്കാതെ ഉറക്കത്തിലായിരുന്നു ടീം ഏറ്റവും. പക്ഷെ ആൻസി ഇറങ്ങി നടന്നാൽ മതിയായിരുന്നു. ആൻസി വണ്ടിയിൽ ഇരിക്കുന്നതിലും സേഫ് ഇറങ്ങി നടക്കുന്നതാണ്. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ വണ്ടിയിൽ ഒരു ലേശം വെയിറ്റ് ഉണ്ട് ബേക്കിൽ, അതുകൊണ്ടാണ് ഈ കയറ്റമൊന്നും കുഴപ്പമില്ലാണ്ട് കയറുന്നത്. കാരണം ടയറാണെങ്കിലും ഇച്ചിരി വലുതും പിന്നെ ടയർ നിലത്ത് ഇങ്ങനെ കറങ്ങുന്നുണ്ടെങ്കിലും എന്തൊക്കെ ഒരു ഭാഗ്യം. എന്താ പറയാ, ഒന്നും അറിയില്ല, അങ്ങനെ കയറി പോകുന്നു. എന്തായാലും അറിയോ 14 കിലോമീറ്റർ ആണ് ഇങ്ങനെ പോകാനുള്ള. നന്നായി. അതോ ഇപ്പുറ ഭാഗം കണ്ട നമ്മുടെ കണ്ണ് തള്ളും. അങ്ങനത്തെ കൊക്കയാട്ടോ താഴെ. ഈ റൈറ്റ് സൈഡ് ഫുള്ള് വലിയ കൊക്കയാണ്. ഇതിലാണ് നമ്മൾ അതിന്റെ സൈഡിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സൈഡ് മുഴുവൻ ഇടിയുന്ന സ്ഥലവും ആ ഫ്രണ്ടൊക്കെ ഇടിഞ്ഞു പോന്നേക്കുന്നുണ്ടോ. അമ്മേ പോവാല്ലേ എന്തായാലും. വേറെ വഴിയില്ലല്ലോ. ഈ ബേക്കിലേക്ക് തിരിച്ചു പോകാൻ എനിക്ക് ആറ്റിലും പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ റിസ്ക്. നമുക്കിനി ശരിക്കും പറഞ്ഞ ഒരു 40 കിലോമീറ്റർ കാഠ്മണ്ഡുവിന് വരുന്നു. 40 ഒരു 15 കിലോമീറ്റർ ഇങ്ങനെയാണ്. അതാണ് ഓടാൻ ടൈം എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ പറഞ്ഞില്ലേ, നമ്മൾ ആദ്യം വിചാരിച്ചില്ലേ ഇതെന്താ 100 കിലോമീറ്റർ പോകാൻ ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേ എത്തുള്ളൂ എന്ന് കാണിക്കുന്നുണ്ടല്ലോ. ഇത് തന്നെ സംഭവം. അയ്യോ, ഇവിടെ കുറച്ച് കടയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാനൊന്ന് നിർത്തിയതാട്ടോ. വേറെ ഒന്നിനല്ലേ, ഈ സൈഡ് ഞാനൊന്ന് കാണിച്ചു തരാം. ഞങ്ങളിങ്ങനെ സൈഡ് കൊക്കയാണ് കൊക്കയാണ് എന്ന് പറയുന്നതല്ലാണ്ട് കാണിച്ചില്ലല്ലോ. അത് കണ്ടോ, നമ്മൾ അവിടെ ആ താഴേന്നാണ് കയറി വരുന്നത്. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി വ്യൂ ആണ്. പക്ഷേ വ്യൂവിൻ്റെ നല്ല വിഷയം വണ്ടി. പക്ഷേ കണ്ടോ, ഇത്രയും സ്ഥലം നമ്മൾ ചെളിയിൽ താന്നിട്ടുണ്ട്. ടയറിൻ്റെ ഇത്രയും നമ്മൾ ചെളിയിൽ താന്നിട്ടുണ്ട്. അതാണ് വേറെ സത്യം. എന്തായാലും നമുക്ക് പോവാവേ. ആൻസി ചായ വല്ലതും വേണോ? കൊച്ചല്ലേ തെറിച്ചു പോകും, അതുകൊണ്ടാ. ബേക്കിൽ തന്നെ ഇരിക്കും, തെറിച്ചു പോവാതെ. നീ ഡയലോഗ് അടിക്കാൻ നിനക്ക് ചായ വേണോ? ചായ വേണോ? എന്നാ ഇറങ്ങ്, എന്നാ ഇറങ്ങ ആൻസി, കഴിച്ചിട്ട് പോവാം. ഇത് കണ്ടോ, ഇതാണ് ഇവിടെ പരിപാടി. പിന്നെ എങ്ങനെയാ ശരിയാവതേ? പാവ ആൻസി. കുഞ്ഞാറ്റെ, അപ്പ ഒരു കാര്യം ചോദിക്കട്ടെ, മോമോസ് ഇഷ്ടപ്പെട്ടോ? കൊച്ചിന് മോമോസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആൻസി മഴ ചാറ്റുന്നുണ്ട്, എത്രയും പെട്ടെന്ന് പോയില്ലെങ്കിൽ 8ന്റെ പണിയങ്ങാട്ട് കിട്ടും. ഇതിന്റെയൊക്കെ സൈഡൊക്കെ കണ്ടോ, ഇത് കണ്ടോ, ആ വഴിയിൽ നമ്മൾ കേറണം അങ്ങോട്ട്. എനിക്ക് വേറൊരു കാര്യം പറയാനുള്ള എന്തറിയോ, ഓരോരുത്തരും മറ്റു ചാനലുകാരെ കണ്ടുപിടിക്കാൻ പറയും. അവരുടെ വണ്ടിയൊക്കെ വെച്ച് നോക്കുമ്പോ അവരുടെ മറ്റേ ബേക്ക് ഭാഗമുണ്ടല്ലോ, ഏത് വണ്ടിക്കാരാന്ന് പറഞ്ഞവന്മാർക്കൊക്കെ അറിയാം. ആ വണ്ടിയുടെ ബേക്കിന്റെ ഒരു സൈഡ് പോലും ഇല്ല ഈ നാനോ. അപ്പൊ നമ്മളോട് പറയുന്നവർക്ക് നാണമില്ലേ അല്ലേ? അതാണ് എനിക്കൊരു ഡൗട്ട്. അവരെ കണ്ടുപിടിക്കുക. അവിടെ കൂടെയൊക്കെ ലോറിയും കാര്യങ്ങളും എല്ലാം നല്ല വലിയ വലിയ കാറുകളൊക്കെയാണ് കേറി പോകുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവാവുന്നല്ലേ ഉള്ളൂ. പക്ഷെ നമ്മുടെ അവസ്ഥയോ, നമ്മള് സാധാരണക്കാരായ നാനോയാണ്. ഇതിവിടെ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ നിന്ന് വണ്ടി നിർത്തിയതാട്ടോ. ഇത് കണ്ടോ, മഞ്ഞ് ഫുള്ള് അങ്ങോട്ട് കയറുകയാണേ. അതാണ് ഞങ്ങൾ വന്ന വഴി കേട്ടോ. ഇത് കണ്ടോ, കോടമഞ്ഞ് ഇങ്ങനെ കയറി വരിക. അപ്പം നമുക്ക് വേഗം പോവാം, മഴയൊക്കെ പെയ്ത സീനാവും. അങ്ങനെ ഞങ്ങൾ നേപ്പാളിലെ കാഠ്മണ്ഡുവിലെത്തി അല്ലേ? ഏതാണ്ട് എത്തിക്കൊണ്ടിരിക്കും. ഇത് വൻ സിറ്റിയാണ്. ഒരറ്റത്തേ ഞങ്ങൾ എത്തിയിട്ടുള്ളൂ കേട്ടോ. ഇതൊരു അമ്പലം പോലെ ഉണ്ടല്ലേ? പഴയ നല്ല പഴക്കമുണ്ട്, കുറേ പഴക്കമുള്ള ഒരു സാധനം. അത് നോക്കി, അപ്പുറത്തുണ്ട്, രണ്ടെണ്ണം ഉണ്ട്. അതേപോലത്തെ തന്നെ എനിക്ക് പറയാനുള്ളേ. ഉടുപ്പിന്റെ കളറ്, ഉടുപ്പിന്റെ കാര്യം പറയാനുണ്ട്. എന്താണ് പറയണ്ടേ, പറ. രഹസ്യമായിട്ടല്ല, ഉറക്കെ പറയൂ.
കൊച്ചിന് പുതിയ ഉടുപ്പ് മേടിക്കണം എന്നാട്ടോ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. ഒരു രക്ഷയില്ലാട്ടോ, രാത്രി തിരക്കെന്ന് പറഞ്ഞ പേരും ജാതി തിരക്ക്. അത് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല, കാരണം ആ കറക്റ്റ് സമയത്ത് ഒരു വിധത്തിലാട്ടോ ഞങ്ങൾ ഇവിടം വരെ എത്തിയത്. പിന്നെ നമ്മൾ വന്ന വഴിയും കാര്യങ്ങളും മൊത്തം കാണിക്കാനുള്ള കാരണം ആ വഴീന്റെ എങ്ങനെയുള്ള വഴി കൂടെയാണ് ഞങ്ങൾ വന്നേന്നൊന്ന് കാണിക്കാൻ വേണ്ടിയാണ്. വേറെ ഒന്നും വിചാരിക്കരുത്, വഴി മാത്രമാണ് കാണിച്ചതെന്ന് ആരും കുറ്റം പറയരുത് കേട്ടോ. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇനിയും പുതിയ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വരുന്നവരേക്കും